നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് കളർഫുൾ ആയിട്ട് അല്ല ഹെൽത്തി ആയിട്ട് ഒരു ടേമറിക് വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കിയാലോ? സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. നമുക്ക് ഇതേപോലെ കളർഫുള്ളായ റൈസ് ഉണ്ടാക്കിയാലോ? അപ്പം അത് 3 പേർക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണേ. 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ഒഴിക്കാം. വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ഫൈനായി ചോപ്പ് ചെയ്തത്, സബോളയും ഫൈനായി ചോപ്പ് ചെയ്തത് ഒരെണ്ണം, ഒരു മീഡിയം സൈസ്. അത് സോട്ട് ചെയ്യാം. 2 മിനിറ്റ് നേരം കുക്ക് ചെയ്യും. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടാം. അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അതിനുള്ളിലേക്ക് ക്യാരറ്റ് ഫൈനായിട്ട് ഡൈസ് ചെയ്ത് ഒരെണ്ണം ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ ബ്രോക്കോളി 1 കപ്പ് ഇങ്ങനെ ചെറിയ ഫ്ലോററ്റ്സൊക്കെ കട്ട് ചെയ്ത് 1 മിനിറ്റ് കുക്ക് ചെയ്യണം. അത് കഴിഞ്ഞാൽ റെഡ് പെപ്പർ 1/2 കപ്പ് ഇങ്ങനെ ചെറുതായിട്ട് ഡൈസ് ആക്കിയത്, കോൺ ഒരു കപ്പ്, അതും കൂടി ഇട്ട് 1 മിനിറ്റ് നേരം സോട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഏതാ വെജിറ്റബിൾ ഉള്ള അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി റൈസ് 5 കപ്പാണ്, കുക്ക്ഡ് 1 ആണ് കേട്ടോ ഞാൻ പറയണേ. 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾ, അതും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഈ റൈസ് ഉണ്ടാക്കണ വിധം എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ചില്ലി ഫ്ലേക്സ് അതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഇടാം. സർവിങ് ഡിഷിലേക്ക് ഇടാം. പറക്കണ ചോറ് റെഡി. നമ്മുടെ കളർഫുൾ റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാ വെജിറ്റബിളും ഉണ്ട്. നമുക്ക് ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ടൈപ്പ് വെജിറ്റബിൾ കിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇട്ട് ഈ സാധനം റെഡി ആക്കാം കേട്ടോ. ഓക്കെ, ചൂട് പറക്കണ ചോറ്. നമ്മളെ വെജിറ്റബിളൊക്കെ ചെറുതായിട്ട് കഴിഞ്ഞോണ്ടേ എല്ലാ വെജിറ്റബിളിനെയും കടി കിട്ടുന്നുണ്ട്. നമുക്ക് ക്യാരറ്റും ആ കോണിന്റെ സ്വീറ്റ്നെസ്സും അങ്ങനെ ചില്ലി ഫ്ലേക്സ് എവിടെയോ കിട്ടുമ്പോ എവിടേക്കോ ഒരു ടേസ്റ്റ്, ഒരു എരിവും കൊള്ളാം. വേറെ സൈഡിലൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ റൈസ് ഇങ്ങനെ തന്നെ തിന്നാം. സൂപ്പറായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്തേക്കണേ, പിന്നെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.